അരിപ്പായസം എത്ര പേർക്ക് ഇഷ്ടമാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അരിപ്പായസം. ഞാൻ എന്തായാലും എൻ്റേതായ രീതിയിൽ അരിപ്പായസം ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അര കപ്പ് നമുക്ക് നമ്മുടെ ഇത് വേണം കേട്ടോ, അതായത് നമ്മുടെ ചെറുപയർ വേണം. പിന്നെ അര കപ്പ് നമ്മുടെ മട്ട റൈസും കൂടി വേണം. അങ്ങനെ മട്ട റൈസും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വഷ്ണ ഇലയാണ് നമുക്ക് വേണ്ടത്. വഷ്ണ ഇല എത്രയാണെന്ന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണം വേണം. അത് കീറി ഇട്ട് കൊടുക്കണം. പിന്നെ പച്ച വഷ്ണ ഇല ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. വീട്ടിൻ്റെ പരിസരത്ത് വഷ്ണ ഇല ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ളതാണ് എടുത്തേക്കുന്നത്. ഇവിടെ ഇതാണ് കിട്ടുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ല പോലെ വേവിച്ചെടുക്കണം. പിന്നെ ഇനി ശർക്കര പാവ് കാച്ചണം. ഞാനിവിടെ കുറച്ച് മധുരം കുറവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മധുരം എടുക്കാം. ഇനി ഇത് നമ്മൾ ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചോറും ചെറുപയറും നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ തിരികിയതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്. ഇവിടെ വെട്ടം അധികം കിട്ടാത്ത ഒരു ഭാഗമായതുകൊണ്ടാണ് ക്ലാരിറ്റി കുറവ്. എല്ലാവരും എന്നോട് ക്ഷമിച്ചേക്കണേ. പിന്നെ നമ്മുടെ ശർക്കര പാവ് കാച്ചി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറും ചെറുപയറും എല്ലാം കൂടി വെന്തിട്ടുണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കണം. അടിപൊളിയാണ് ഈ ഒരു പായസം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇടയ്ക്കൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് ആ തേങ്ങയുടെ ആ ഒരു ഇതെല്ലാം കിട്ടും. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് നെയ്ക്കകത്ത് മൂപ്പിച്ചിട്ട് തേങ്ങയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 1 ടേബിൾ സ്പൂണാണ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡെല്ലാം ചേർത്തതിന് ശേഷം ഇനി ഇത് നല്ല പോലെ നമ്മൾ അങ്ങോട്ട് ഇളക്കി കൊടുക്കേണ്ടതാണ്. കുറച്ചും കൂടി തീ കൂട്ടിയിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി നമുക്ക് നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പും നമ്മുടെ തേങ്ങാക്കൊന്നും കൂടി ഇട്ട് നല്ല പോലെ മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ആ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇനി ഇത് നിങ്ങൾക്ക് അടച്ചു വെക്കണമെങ്കിൽ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് എടുക്കാം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ആ ചോറൊക്കെ ഒന്നും കൂടി ഒന്ന് കുക്കായി കിട്ടും. ദാ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് റിസൾട്ട് പറയണേ. നിങ്ങളും ഇതേപോലാണോ ഉണ്ടാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയണേ കേട്ടോ. എത്ര പേർക്ക് ഞാൻ ഉണ്ടാക്കിയ ആ ഒരു പായസം ഇഷ്ടപ്പെട്ടെന്നും വന്ന് പറയാൻ മറക്കല്ലേ. നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം.